ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൗലോസും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. അങ്ങനെ നമ്മുടെ അലീന പൗലോസിനോട് പറയാണ്, ഞാൻ ഈ വീട്ടിൽ തുടർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പൗലോസ് ഏട്ടനെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. പഠിപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ മതി. ഇങ്ങനെ ധാരാളിച്ചു വളരാൻ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. അതല്ല പൗലോസ് ചേട്ടൻ എന്നെ വെല്ലുവിളിക്കാനാണെങ്കിൽ നമ്മളിൽ ഒരാളെ ഈ വീട്ടിലുണ്ടാകത്തുള്ളൂ. ഒന്നെങ്കിൽ ഞാന്, അല്ലെങ്കിൽ പൗലോസ് ചേട്ടൻ, നമ്മളിൽ ഒരാൾ മതിയല്ലോ. അപ്പൊ നമ്മുടെ ഔതക്കുട്ടി വന്നിട്ട്, എന്നതാ മോളെ ഇവിടെ ഒരു വാക്ക് തർക്കം? വേറൊന്നും അല്ല വല്യപ്പച്ച, ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയരുതെന്ന് പറയായിരുന്നു. അപ്പൊ നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു, എടാ പൗലോ, നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? ഇനി മുതല് നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എടാ കുറച്ചൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണ്ടേ, ഇങ്ങനെ ദൂർത്തടിക്കാൻ പാടുണ്ടോ? മോളിങ് വന്നേ, മോളോട് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അലീന ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോ, വാ മോളെ ഞാൻ പറയാം, ഇവിടെ നിന്ന് ഇവന്മാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടങ്ങ് പോയിട്ടോ. ഇത് കേട്ടിട്ടും കണ്ടിട്ടും നമ്മുടെ പൗലോസിന് ചൊറിഞ്ഞങ്ങോട്ട് കേറുവാണ്. പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ഔതക്കുട്ടിയും അലീനയും കൂടെ സംസാരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഔതക്കുട്ടി പറയാണ്, അത് പിന്നെ മോളെ, നീ ഒരു കാര്യം ചെയ്യ, ഞാൻ പറയുന്നത് കേക്ക്. അടുക്കള കാര്യത്തിൽ ഇടപെടരുത് എന്നല്ലേ വല്യപ്പച്ചൻ പറഞ്ഞു വരുന്നത്? അതെ എന്റെ പൊന്നു മോളെ, നമ്മളോട് അവരോട് വഴക്കുണ്ടാക്കാനും പട കൂടാനും ഒക്കെ ചെല്ലണമെങ്കിൽ വഴക്കുണ്ടാക്കേണ്ടി വരും. നമ്മളും അവരും ഒരു ലെവലായി പോകൂലേ, തറ ലെവലായി പോകൂലേ? അവരെക്കാട്ടിലും ഒക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന നമ്മൾ എന്തിനാ താഴേക്ക് ഇറങ്ങുന്നത്? വല്യപ്പച്ചി, ഇത് അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമല്ല. ഇവിടെ അടുക്കളയിൽ വരെ അഴിമതി നടക്കുക. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് എന്തുമാത്രം അഴിമതി നടക്കുന്നുണ്ടായിരിക്കും? നീ എന്താ തോട്ടത്തിലെ എസ്റ്റേറ്റിലൊക്കെ കാര്യമാണോ പറയുന്നത്? അതെ, അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മോളെ, നമ്മൾ അതിലൊക്കെ തലയിടാൻ പോയ നീറും കൂട്ടിൽ തലയിട്ട പോലെ ഇരിക്കും. നമ്മൾ എന്തിനാ വേണ്ടാത്തോർത്ത് വിഷമിക്കുന്നത്? പണ്ടുള്ളവര് പറയും, വേലിയിരിക്കുന്ന പാമ്പിനെടുത്ത് തോളയിൽ വെക്കരുത് എന്ന്. ഞാനാണോ പാമ്പ്? നീ പാമ്പല്ല, ഈ പ്രശ്നങ്ങളാണ് പാമ്പ്. അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, പിന്നെ തീർന്നില്ലേ? അത് പിന്നെ യാതൊരു സത്യസന്ധതയും ഇല്ലാതെ, തിന്നുന്ന ചോറിന് നന്ദിയും കൂറും ഇല്ലാതെ ഓരോരുത്തർ പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദ്യം ചെയ്യും, അത് തെറ്റാണോ? അത് അത് തെറ്റല്ല, പക്ഷെ അത് ലാലിച്ചന് പിണക്കാം. പിണങ്ങിക്കോട്ടെ, ബുദ്ധി ഇല്ലാത്ത ആളാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ബുദ്ധി ഉണ്ടായിട്ടും അത് പുറത്തെടുക്കാതെ ഒരാൾ മണ്ടനായിട്ടിരിക്കുമ്പോ ദേഷ്യം വരും. അത് പിന്നെ ലാലിച്ചനെ ആരെങ്കിലും ഭരിക്കാൻ ചെല്ലുന്നതോ ഉപദേശിക്കാൻ ചെല്ലുന്നതോ ഒന്നും അവന് ഒട്ടും ഇഷ്ടമല്ല മോളെ. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം. എന്റെ മോളെ, നീ അവനോട് കോംപ്രമൈസ് ചെയ്തു പോകാൻ നോക്ക്. ഇല്ല, ലാലിച്ചനോട് കോംപ്രമൈസ് ഇല്ല. ലാലിച്ചൻ ഞാൻ വിചാരിച്ച ആളൊന്നുമല്ല. ഐശ്യടാ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയല്ലോ മോളെ, വല്ലാത്ത പെടലായിപ്പോയി. പെട്ടുപോയില്ലെങ്കിലുള്ളൂ അതിശയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അലീന. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൗലോസും ആന്റപ്പനും വിനോദുമാണ് കേട്ടോ. അപ്പം ഭയങ്കര ഗൂഢാലോചനയാണ്. അങ്ങനെ നമ്മുടെ പൗലോസ് പറയാ, ഞാനുണ്ടല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട് 10-28 വർഷമായി. ഓ, എന്നെയാ അവള് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അത് ഞാഞ്ഞൂല് പോലത്തെ ഒരു പെണ്ണ്, ഞാൻ സമ്മതിച്ചു കൊടുക്കുവോ? ഇന്നലെ വന്നു വരുത്തി പറയുന്നത് പോലെ നിൽക്കണമെങ്കിൽ വേറെ ആളെ നോക്കിയാൽ മതി. നല്ല രണ്ടെണ്ണം അങ്ങോട്ട് പറയാമല്ലായിരുന്നോ പൗലോച്ച എന്ന് വിനോദ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേണൽ സാബിന്റെ അടുത്ത് എന്ന് പറയാന്. അല്ലേ, എന്റെ അടുത്താ കളി. എന്നെ ശരിക്കും അറിയാമേലാഞ്ഞിട്ടാ. അല്ല, അവസാനം ഇത് നമുക്ക് തന്നെ പാരയാവോ എന്ന് ആന്റപ്പൻ. അപ്പോഴത്തേക്ക് വിനോദ് പറഞ്ഞു, അത് സത്യ, എനിക്ക് ഇച്ചിരി പേടിയുണ്ട്, ഈ പെങ്കൊച്ച് നമുക്കൊക്കെ പണി ആവോ എന്ന്. വന്ന പാടെ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? ഇതാ പറയുന്നത്, ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ഒരു യുദ്ധം തുടങ്ങാനും ഒരു യുദ്ധം അവസാനിക്കാനും. അപ്പൊ നമ്മുടെ വിനോദ് പറയും, പൗലോസേട്ടാ താന്നു കൊടുക്കരുത്, ആണുവേടാ ആനങ്കി കൊടുക്കരുത്. നമ്മൾ അവള് പറയുന്ന പോലെ ചലിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ അവള് പറയുന്ന പോലെ നിക്കാനോ എന്താടാ വിനോദ ഈ പറയുന്നത്? ഞാൻ കേണൽ സാബിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഇന്നലെ ഒരു വന്ന പെണ്ണ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് കൈകെട്ടി നിൽക്കുന്നായിരിക്കും അവളുടെ വിചാരം. ആള് മാറിപ്പോയി, എന്റെ അടുത്ത് കളി നടക്കത്തില്ല. അപ്പൊ ആന്റപ്പൻ പറഞ്ഞു, എന്തിനാ പ്രശ്നത്തിന് പോകുന്നത്? എന്തായാലും കേണൽ സാബിന്റെ മോളാണല്ലോ, അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിഷയാവും. ദേ ആന്റപ്പ ചേട്ടാ, ചുമ്മാ ഒരു ദിവസം കേണൽ സാബിന്റെ മകളാണെന്ന് ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് മകളാവുമോ? ഇല്ലല്ലോ. എവിടുന്ന് മകളാവും? നേരാവണ്ണം ഉള്ള മക്കളെല്ലാം നമുക്ക് അറിയാവുന്നതല്ലേ. ഇതൊക്കെ വേറെ വിഷയം, കേസാ. ഇതിനൊക്കെ സഹിക്കാനേ
എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വിനോദ് പറഞ്ഞു, എന്നാലും അവൾ ഇവിടുത്തെ നായ്ക്കളെ തൊട്ട് പിടിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. ഉം അവള് ഗജകില്ലാടിയാണ്. അപ്പൊ ആന്റപ്പൻ പറഞ്ഞു, ദേ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ട്, അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അപ്പൊ ആന്റപ്പനല്ല, പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോ വിനോദേ. ആന്റപ്പൻ ചേട്ടാ, ദേ ഇത് എന്റെ അടുക്കളയാണെങ്കിൽ ഇതിനകത്ത് എങ്ങനെ പണിയെടുക്കണം, എന്ത് പണിയെടുക്കണം എന്ന് പറയാൻ എനിക്ക് ഒരാളുടെ ഒത്താശ വേണ്ട. തൽക്കാലത്തേക്ക് ഈ അടുക്കള ഈ പൗലോസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ നടക്കും. അത് പറ്റത്തില്ലെങ്കിൽ ഈ പൗലോസ് ഇവിടെ കാണത്തില്ല. എഴുതി കുറിച്ചു വെച്ചോ, പൗലോസാ പറയുന്നത്. അത് റൈറ്റ്. ഇപ്പം പൗലോസൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ആന്റപ്പൻ ചോദിച്ചു, ഇത്രയും കടുത്ത തീരുമാനത്തിന് പോണോ? പിന്നെ അല്ലാതെ ഞാൻ പോകും, ഇത്രയും കടുത്ത തീരുമാനത്തിൽ തന്നെ പോകും. എനിക്ക് അവളുടെ മുമ്പിൽ കുമ്പിടാൻ പറ്റത്തില്ല, അത് ഞാൻ ഇനി പോകത്തുമില്ല, അത് 3 നേരം. അപ്പം ആന്റപ്പൻ പറഞ്ഞു, എടാ വിനോദേ, നീ വെറുതെ പൗലോസിനെ മൂപ്പിക്കരുതേ. ഞാൻ എന്ത് മൂപ്പിച്ചെന്നാ? പൗലോസ് ഏട്ടൻ പറഞ്ഞത് ന്യായമല്ലേ? അങ്ങനെ അങ്ങനെ ഇന്നലത്തെ മഴയിൽ കിളുത്ത ആൾക്കാരൊന്നും ഇവിടെ ആളൊന്നും ആവണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പൊ നിങ്ങളുടെ സൗകര്യം ഉള്ളതുപോലെ ചെയ്യ്. നീ വെറുതെ അയാളെ കുഴി ചാടിക്കാൻ വേണ്ടി വെറുതെ എരി കയറ്റല്ലേ എന്ന് പറഞ്ഞു, പൗലോസിനെ കുഴി ചാടിക്കാനെ. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ആന്റപ്പൻ ഇങ്ങനെ നിന്നു. വിനോദ് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. ഇതിൽ വിനോദിനല്ല, ആന്റപ്പന് കുറച്ച് വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട്, കാര്യങ്ങളിലെ കിടപ്പോശോ ഇരിപ്പോശോ ഒക്കെ അറിയാം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ പൗലോസ് കേണൽ സാബിന്റെ അടുത്ത് ചെന്നു. അപ്പം കേണൽ സാബ് ചോദിച്ചു, അല്ല എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? അത് പിന്നെ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. അല്ല പൗലോസേ, നീ സന്തോഷവാനായിട്ടല്ലേ ഈ വീട്ടിൽ ജോലി ചെയ്തോണ്ടിരുന്നത്, പിന്നെ നിനക്ക് എന്ത് സങ്കടം പറയാനുള്ളത്? അത് പിന്നെ ഇതുവരെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എന്താ പറ്റി? ഇപ്പൊ എന്തെങ്കിലും മാറ്റമുണ്ടോ? അത് പിന്നെ സാമിന്റെ മോള് വന്നതിന് ശേഷം എന്റെ കൈ കെട്ടിയിട്ടേക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അലീന ഒന്ന് നിന്റെ കൈ കെട്ടിന്നോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവളുമായിട്ട് എന്താ പ്രശ്നം അത് പറ. അത് പിന്നെ ഞാൻ എത്ര വർഷമായിട്ട് ഇവിടുത്തെ കുക്കിംഗ് ചെയ്യുന്നതാ, ഇന്നേ വരെ ആരും എന്റെ മുഖത്ത് നോക്കി ഒരു മോശമായ വാക്ക് പറഞ്ഞിട്ടുണ്ടോ കേണൽ സാബേ? കേണൽ സാബ് പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ല നീ കാര്യം പറയടാ. ആ പെങ്കൊച്ച് അടുക്കള കയറി വന്ന് എന്നെ ഭരിക്കാൻ നോക്കുക, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയാ. ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നത് സാറിന് ഇഷ്ടമല്ലെങ്കിൽ സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് പൊക്കോളാം. എന്തിനാ എന്നെ ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ വെച്ച് അപമാനിക്കുന്നത്? അല്ല ഹലീനെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ആ കൊച്ചിന് എന്നെ കണ്ണിന് കണ്ടുകൂടാ. എപ്പോഴും ആ പെങ്കൊച്ച് എന്നോട് കുറ്റം പറയുക, എന്നെ കുറിച്ച് തന്നെ. ഇന്നിപ്പം എന്തേ കൽപ്പിക്കാനും തുടങ്ങി. എന്നെ വെറുതെ വിടത്തില്ലെന്നാ പറയുന്നത്. അല്ല നിന്നെ എങ്ങനെയാ അവള് ഭരിക്കാൻ വന്നത്? അത് പിന്നെ സാറിന് അറിയാലോ. കേടായ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എടുത്ത് കളയും. പുഴു ഞാൻ എടുക്കാറില്ല. 2 3 ചീഞ്ഞ സവാളയും ചുമന്നതും അല്ലല്ലോ, സോറി, എന്നതാ ചുണങ്ങ് വന്നതോ ചൊറി വന്നതോ ഒക്കെ ആയ 2 തക്കാളിയും ക്യാരറ്റൊക്കെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞതാ. അതെടുത്ത് കളഞ്ഞതിന് ആ കൊച്ചെന്റെ നേർക്കൊരു ചാട്ടം. ഇത് ആരോട് ചോദിച്ചിട്ടാ കളഞ്ഞതെന്ന് എന്നോട് പറയുക. ദേ മീന്റെ തല കളയാൻ പറയില്ല, അതിന്റെ വാല് മുറിച്ച് കളയാൻ പാടില്ല, കോഴിയുടെ കാല് കളയാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാ എന്റെ ഈശ്വര! ആ പെങ്കൊച്ച് ജീവിച്ചുകൊണ്ടിരുന്ന അനാഥാലയത്തില് അതൊക്കെ ആയിരിക്കും വെച്ച് വേവിച്ച് തിന്നോണ്ടിരുന്നത്. എന്ന് വെച്ച് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമോ? വാലും തലയും പുഴുത്തതും അഴുകിയതും ചീഞ്ഞതും പുണ്ണു പിടിച്ചതും പുഴുങ്ങി തിന്നുന്ന എങ്ങനെയാ കേണൽ സാബേ? അതല്ല, കേണൽ സാബിന് നല്ല നീറ്റായിട്ട് വെച്ച് വിളമ്പി തരണ്ടേ? അങ്ങനെയല്ലേ ഈ ഞാൻ വെച്ച് വിളമ്പി തന്നോണ്ടിരിക്കുന്നത്? ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇടങ്കോലായിട്ട് അവള് വന്നേക്കുക. ആ അത് നീ പറഞ്ഞത് ശരിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ നല്ല സാധനങ്ങൾ മാത്രം കുക്കിങ്ങിന് ഉപയോഗിച്ചാൽ മതി. അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം മിച്ചം വന്നാലേ ഞാൻ ഇവിടുത്തെ ജോലിക്കാർക്ക് കൊടുക്കും. അത് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങള്, കേണൽ സഭ. പക്ഷെ അത് മുഴുവൻ ഞങ്ങൾ തിന്ന് തീർക്കണം എന്ന് വെച്ചാൽ ഇത് വലിയ കഷ്ടമല്ലേ? ഏഹ് ഇപ്പം ആ പെങ്കൊച്ച് പറയുന്നത് ഇവിടെ വരുന്ന മിച്ചം വരുന്നത് എല്ലാം ഞങ്ങൾ തിന്ന് തീർക്കണം, അതുപോലെ പട്ടികളെ കൊണ്ട് തിന്ന് തീറ്റിക്കണം. ഇതൊക്കെ എവിടത്തെ നിയമങ്ങളാ? അതുമാത്രമല്ല, പിടിച്ച് പിടിച്ച് പിശുക്കി അരിച്ച് ചെലവാക്കിയാൽ മതി എന്നൊക്കെയാ പറയുന്നത്. അതായത് കുറഞ്ഞ വിലയുടെ മീനും പച്ചക്കറിയും മേടിച്ചോണ്ട് വന്ന് കുറേശ്ശെ ഉപയോഗിച്ചാൽ മതി എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല പിശുകന്റെയും വീട്ടിൽ പോയി കുക്കായിട്ട് നിന്നാ പോരെ? ഈ വീട്ടില് സാമിന്റെ കുക്കായിട്ട് എനിക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. സാമ്പാറിനകത്തെ കഷ്ണങ്ങൾ പെറക്കിയെടുത്ത് അവിയൽ ഉണ്ടാക്കുന്ന പണി ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല, എനിക്ക് ചെയ്യാനിട്ട് പറ്റത്തുമില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല. ഇതൊക്കെയാ ഇവിടെ നടക്കുന്നത് സാബേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല ഇതൊക്കെ അലീന തന്നെ പറഞ്ഞതാണോ? അലീന പറഞ്ഞതാ. ഇവിടെ വേസ്റ്റ് വരുന്നതും സാറ് കഴിച്ചതിന്റെ എച്ചിലൊക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടും. അത് ഇവിടുത്തെ വേലക്കാരി എടുത്തോണ്ട് പോയി അവരുടെ പട്ടിക്ക് കൊടുക്കും. അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ലെന്നാ ഇവിടുത്തെ കൊച്ചിന്റെ ഉത്തരവ്.
ഉം എനിക്കറിയില്ല സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ എന്റെ ജോലി ഇന്ന് പിരിച്ചുവിട, അല്ലെങ്കിൽ കയ്യെ കയറി പിടിക്കരുതെന്ന് പറ. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യ്. ആ കൊച്ചിന്റെ അടുത്ത് സാർ എന്താന്ന് വെച്ചാൽ കാര്യമായിട്ട് പറയണം. ഞാൻ പോകാൻ റെഡിയാ. അല്ല, പണി അറിയാവുന്നത് കൊണ്ട് എനിക്ക് എവിടെ പോയാലും ജോലി കിട്ടുന്നത് നന്നായിട്ട് അറിയാം സാറേ. ആ, നീ ഇപ്പം സമാധാനായിട്ടിരിക്കെ. ഞാന് അലീനയോട് സംസാരിച്ച് ഞാന് ഒരു തീരുമാനം എടുക്കാം. നീ നിന്റെ ജോലി പോയി ചെയ്യ്. അല്ല, ഇതുവരെ എങ്ങനെ ചെയ്തോ അതുപോലെ ചെയ്താ പോരെ? അതത് മതി. ആ, സാറ് പറഞ്ഞ പിന്നെ എനിക്ക് സമാധാനമായി. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ കേണൽ സഭ വിടുകയും ചെയ്തു. ഈയോ, ഈ പൊടിക്കലും തൊങ്ങലും വെച്ച് പറയുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. കൂട്ടിയും കുറച്ചൊക്കെ പറയുന്നത് പരദൂഷണം. എന്താണ് നമ്മുടെ പൗലോസ് ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? അലീന പറയുന്നത് വേറൊരു രീതി, പൗലോസ് പറഞ്ഞത് വേറൊരു രീതി. കൂട്ടിയും കുറച്ചും അതുപോലെ തന്നെ കൊതിയും നുണയും ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നാലും നമ്മുടെ സാബ് ഇത് കേട്ടിട്ട്, കേണൽ സാബ് ഇത് കേട്ടിട്ട്, ഓ, ഈ കുട്ടിയുടെ ഒരു കാര്യം, ഈ കുട്ടി എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലീനയുടെ റൂമിലേക്ക് നമ്മുടെ സ്റ്റാൻലി കയറി ചെന്നു. എന്നിട്ട് അലീനയെ വിളിച്ചു. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, ആ, ഞാനും വെയിറ്റ് ചെയ്യുമായിരുന്നു വഴക്ക് കേൾക്കാനായിട്ട്. വഴക്ക് കേൾക്കാനോ? ഓ, അപ്പൊ നിനക്ക് അറിയാലേ ചെയ്തത് തെറ്റാണെന്ന്? അറിയാം. ഞാൻ അതുകൊണ്ടല്ലേ പൗലോസ് എന്നെ വഴക്ക് പറഞ്ഞത്, ചെയ്തത് തെറ്റായതുകൊണ്ട്. ഓ, കൺഫ്യൂഷൻ ആക്കാതെ അലീന, നീ കാര്യം പറ. പൗലോസ് തെറ്റ് ചെയ്ത കാര്യമല്ല അലീന ഞാൻ ഉദ്ദേശിച്ചത്. നീ പൗലോസിനോട് വഴക്കുണ്ടാക്കി, അതല്ലേ തെറ്റ്? ശരിക്കും എന്നോടാ പൗലോസേട്ടൻ വഴക്കിന് വന്നത്, അല്ല നിന്നോട് വഴക്ക് പിടിക്കാൻ അയാൾ ഇങ്ങോട്ട് വന്നോ? ഏയ്, ഇവിടെ വന്നില്ല. ഞാൻ കിച്ചണിൽ ചെന്നപ്പം എതിർത്തു. നീ എന്തിനാ കിച്ചണിൽ പോകുന്നത്? നിനക്ക് എന്ത് വേണമെങ്കിലും പൗലോസ് ഇവിടെ കൊണ്ട് തരത്തില്ലേ? അപ്പൊ കിച്ചണിൽ പോകേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ എനിക്ക് കയറാൻ പറ്റാത്ത സ്ഥലമാണോ കിച്ചൺ? ഇവിടെ ചിലവർക്ക് ചില മുറികളിൽ കയറരുതെന്ന് വിലക്ക് വല്ലതും ഉണ്ടോ? അലീന, ദേ, ഈ വീട് എന്റേതാണ്. ഇവിടെ നിനക്ക് എവിടെ വേണമെങ്കിലും കയറാം, ഇറങ്ങാം, ഒരു തടസ്സവും ഇല്ല. പക്ഷേ മറ്റുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തരുത്. അത് ശരിയാണോ? ഞാൻ ആരുടെയും ജോലി തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഞാൻ എപ്പോ ജോലി തടസ്സപ്പെടുത്തി? അല്ല, പൗലോസ് പറയുന്നു അയാളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അലീന എന്ന്. ഉടനെ അതങ്ങ് വിശ്വസിച്ചോ? അല്ല, നീ കിച്ചണിൽ കയറിയത് കൊണ്ടാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. എന്ത് കുഴപ്പമുണ്ടായി? എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? വല്യപ്പച്ചനോട് ചോദിച്ചാൽ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അല്ല, പൗലോസ് എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞല്ലോ. അത് അയാളുടെ വിവരക്കേടല്ലേ? ഈ മട്ടിലാണ് അയാള് പെരുമാറുന്നതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് സ്ഥിരം അടിയായിരിക്കും ഞങ്ങൾ തമ്മില്. അലീന, അവരൊക്കെ വെറും പണിക്കാരാണ്. നീ എന്തിനാണ് അവരോടൊക്കെ ഗുസ്തി പിടിക്കാൻ പോകുന്നത്? അവരിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ. അതിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക പൗലോസേട്ടന്. എനിക്ക് തോന്നുന്നത് ഈ ജോലി അയാൾ കളയുന്നത് തന്നെയാ. അല്ല, അയാളെ ജോലിക്ക് വെച്ചിരിക്കുന്നത് ഞാനല്ലേ. ഞാനല്ലേ അയാളെ കളയണം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ അധികാരം എനിക്കല്ലേ ഉള്ളത്. ആ ധൈര്യവും ആ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടത് ഞാനല്ലേ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ഔദക്കുട്ടിച്ചായൻ അവിടെ വന്നായിരുന്നേ. അപ്പൊ ഔദക്കുട്ടിച്ചായൻ പറഞ്ഞു, ഞാൻ ഏതായാലും കളയാൻ പോകുന്നില്ല ആരുടെയും ജോലി. എടാ, ലാലിച്ച, നീ എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു. ലാലിച്ചൻ ഒന്ന് നമ്മുടെ ഔദക്കുട്ടീനെ നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. ഏതായാലും ഈ സമയത്ത് അലീന പറഞ്ഞു, ഞാൻ ആരുടെയും ജോലി കളയാൻ വേണ്ടി വന്നതൊന്നും അല്ല. ഇത്രയും നാളും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആർക്കും കണ്ണില്ലല്ലോ പ്രശ്നങ്ങളൊക്കെ കാണാനായിട്ട്. അത് തന്നെ കാര്യം. അപ്പോഴത്തേക്കാണ് നമ്മുടെ പൗലോസ് പതുങ്ങി 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 വരുന്നത്, ഇവര് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്. അപ്പം നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന, അടുക്കള കാര്യങ്ങളിൽ നീ ഇടപെടരുത്. അതിൽ ഞാൻ ആളെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറേണ്ട കാര്യം പോലും നിനക്കില്ല. നീ അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് എനിക്ക് കുറച്ചിലാണ്. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അവരുമായിട്ട് വഴക്കുണ്ടാക്കരുത്. അത് പിന്നെ ഭക്ഷണം വെറുതെ കളയരുത്, അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത്. ഈ രണ്ട് കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നുള്ളൂ. അത് വലിയ തെറ്റാണോ? വല്യപ്പച്ചന് തോന്നുന്നുണ്ടോ വല്യപ്പച്ച? അയ്യോ, ഞാനില്ലേ ഇതിന്റെ ഇടയ്ക്കെന്ന് പറഞ്ഞ് നമ്മുടെ വല്യപ്പച്ച മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് സ്റ്റാൻലി പറഞ്ഞു, ഞാൻ പറയുന്നത് നീ കേക്ക്, ഞാൻ പറയുന്നതാ നീ ചെയ്യേണ്ടത്. അതാണ് ആദ്യത്തെ കടമ. എന്നാലേ പപ്പയ്ക്കും ഉണ്ട് കുറച്ച് കടമകളൊക്കെ. ഞാനും പറയുന്നത് കേൾക്കണം. അപ്പൊ അവതക്കുട്ടി പറഞ്ഞു, അത് ശരിയാണ്, അവള് പറയുന്നത് കേൾക്കണം. അവള് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അപ്പച്ച. ഇല്ല, കേൾക്കുന്നില്ല. പൗലോസിന്റെ സുവിശേഷം അല്ലേ പപ്പയുടെ ചെവി നിറയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ പറയുന്നത് കേൾക്കുന്നത്? അലീന. അപ്പം ലാൽച്ചൻ പറഞ്ഞു, ഇങ്ങനെയാണ് നിന്റെ സ്വഭാവമെങ്കിൽ നീ എങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും? പാക്ക് ചെയ്തോട്ടെ, ഞാൻ എല്ലാം പാക്ക് ചെയ്യാം. കൊളുത്തുപുഴ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിട്ടാൽ മതി, ഞാൻ പോയിക്കോളാം. അല്ലെങ്കിൽ പിന്നെ അതും വേണ്ട, വല്യപ്പച്ചൻ പുലരൂരി പോകുമ്പം എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കിയാൽ മതി, ഞാൻ പൊക്കോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഇത് കേട്ടത് നമ്മുടെ സ്റ്റാൻലിക്ക് വിഷമായിട്ടോ. സ്റ്റാൻലി അങ്ങനെ വിടാൻ വേണ്ടി പറഞ്ഞയക്കാൻ വേണ്ടി അല്ലല്ലോ അലീനയെ കൊണ്ടുവന്നത്. അലീന എന്ത് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലാലിച്ചൻ അല്ലെങ്കിൽ സ്റ്റാൻലിക്ക് ദേഷ്യം വരാതിരിക്കുക. സ്റ്റാൻലി ഇത് കേട്ടതും അങ്ങ് പോയി കേട്ടോ. അപ്പൊ നമ്മുടെ വല്യപ്പച്ചനെ ഉള്ള അവിടെ. പിന്നെ അലീനയുടെ അടുത്തേക്ക് വല്യപ്പച്ചൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെ, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എടി, നിനക്ക് എന്നതാടി ഇഷ്ടപ്പെടാത്തത്? ജോലിക്കാര്യം ചെന്ന് ചെവിയിലേക്ക് പരാതി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ മാത്രം വിളിച്ച് പരാതി പറയുന്ന സ്വഭാവം. എന്തൊക്കെയാന്ന് ചോദിക്കണ്ടേ? തെറ്റ് ശരി നോക്കണ്ടേ? അവന്റെ ദേഷ്യം പെട്ടെന്ന് മാറിക്കോളും മോളെ. എന്റെ അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. എന്റെ ദേഷ്യം മാറാനേ കുറച്ച് പാടാ. എനിക്കും വാശിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഷോ, ഇതിപ്പം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ വന്ന് പെട്ടെന്ന് ആലോചിക്കുന്നത്? ഷോ, ഇത് വല്ലാത്ത കഷ്ടമായി പോയി. ഇത് എനിക്ക് എന്തിന്റെ കേടാണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചൻ അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലാൽച്ചൻ എങ്ങോട്ടോ പോകാൻ തുടങ്ങാണ്. അപ്പോഴത്തേക്കും അവതക്കുട്ടി എന്ന് ചോദിച്ചു, അല്ല നീ എവിടെ പോവാ? അത് പിന്നെ എനിക്ക് എസ്റ്റേറ്റ് വരെ ഒന്ന് പോകണം. അല്ല വിനോദിന് വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പൊക്കോളാം. പിന്നെ അലീനോട് ചോദിക്കും വരുന്നുണ്ടോന്ന്. വെറുതെ ഒരു റൗണ്ട് പോയിട്ട് വരാന്ന് അവളോട് പറ. അത് പിന്നെ അവള് പിണങ്ങിയിരിക്കുമല്ലേ, അവള് പിണങ്ങിയിരിക്കുമ്പോ വരുവോ? പിണക്കം മാറ്റാൻ വേണ്ടിയാ വിളിക്കുന്നത്. പുറത്തൊന്ന് ചുറ്റി വരുമ്പോഴത്തേക്കും മൈൻഡ് ഫ്രഷ് ആയിക്കോളും. അതുകൊണ്ടാ. അവളോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഔതക്കുട്ടി നേരെ അലീനയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. അലീനയാണെങ്കിൽ ഇപ്പോഴും പിണങ്ങി വാശി പിടിച്ച് തന്നെ ഇരിക്കുവാണ്. ഏതായാലും ഔതക്കുട്ടി ചെന്നു. ഔതക്കുട്ടി ചെന്നിട്ട്, മോളെ അലീനെ, നിന്റെ പപ്പ നിന്നെ വിളിക്കുന്നുണ്ട്. നിന്റെ പപ്പ എസ്റ്റേറ്റിൽ പോവാ, നീ ചെല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അലീന വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഔതക്കുട്ടി ചെന്ന് സ്റ്റാൻലിയോട് പറഞ്ഞു, അവള് വരില്ല, അവള് പിണക്കത്തില്ല. എന്നാ പിന്നെ അപ്പച്ചൻ കേറ്, നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ ഞാനും വരുന്നില്ല ലാലിച്ച. അപ്പം അപ്പച്ചനും വരുന്നില്ല? രണ്ടുപേരും ഒത്തുകൂടി എന്നോട് മത്സരിക്കുകയാണല്ലേ? എനിക്ക് മനസ്സിലായി. ഓ, എനിക്ക് നിന്നോട് മത്സരിക്കാൻ പറ്റുന്ന പ്രായമാണോ ലാലിച്ച? എന്റെ ആവതുള്ള കാലത്ത് മത്സരിച്ച് നിന്നെ തോൽപ്പിച്ചിട്ടുള്ളവനല്ലേ ഞാന്. പിന്നെ എന്തിനാ ഞാൻ ഇനി മത്സരിക്കുന്നത്? ഓ, അതെനിക്കറിയാം. അതൊക്കെയാണല്ലോ ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഫലമൊക്കെ. എന്റെ പൊന്നി ലാലിച്ച, നീ ആ പെങ്കൊച്ചിനോട് പിടിവാശി കാണിക്കല്ലേടാ. പെൺപിള്ളേരാകുമ്പോ അവരുടെ മൂടൊക്കെ പെട്ടെന്ന് മാറും. നമ്മൾ ആണുങ്ങളെ പോലെ ഒന്നും അല്ലെന്നേ. അവർക്ക് പെട്ടെന്ന് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ലാലിച്ചൻ എന്ത് ചെയ്തു? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലാലിച്ചന്റെ വഴിക്ക് പോയി. അതൊന്നും കേൾക്കാനും നിന്നില്ല. അപ്പനും വാശി, മോൾക്കും വാശി. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഔതക്കുട്ടി കിടന്ന് ഞെരുങ്ങാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനോദ് പച്ചക്കറി സാധനങ്ങളും മീനും ഒക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഇപ്പൊ ഇന്നത്തേന് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിനോദ് കൊണ്ടുപോയി പൗലോസിന്റെ കൈ കൊടുത്തിട്ട് ഈ എരിവും നുണയും കൊതിയും ഒക്കെ ഇങ്ങനെ ഏറ്റി കൊടുക്കുകയാണ്. ഇത് അവളുടെ മുമ്പിൽ വെച്ച് തന്നെ വെട്ടണം, അവൾ ഇത് കാണണം, അവളുടെ കുരു പൊട്ടണം, നമ്മൾ പഴയ രീതിയിൽ തന്നെയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾ അറിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പൗലോസ് പറഞ്ഞു, അത് ശരിയാണ്. അപ്പൊ അവിടെ നമ്മുടെ തൂത്തു തുടയ്ക്കുന്ന വേലക്കാരി ഉണ്ടല്ലോ, സുജാത, ആ പുള്ളിക്കാരെയും വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കും അലീന വന്നു കേട്ടോ. അപ്പൊ അലീന വന്ന ഉടനെ തന്നെ നമ്മുടെ വിനോദ് പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം ചെയ്തു പൗലോച്ചൻ ആ മീനെടുത്ത് വെട്ട്. മീനെടുത്ത് വെട്ടിയില്ലെങ്കിലേ അത് ചീഞ്ഞളിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെയൊക്കെ പേടിക്കണം, ആരെയൊക്കെ പേടിച്ച് ഇവിടെ ജീവിക്കാനാ? അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ പൗലോച്ച? എന്തായാലും നോക്കട്ടെ. മീനിങ് കാണിച്ചേ, ഞാൻ അങ്ങ് വെട്ടട്ടെ എന്ന് പറഞ്ഞ് ആ മീൻ എടുത്ത് വെട്ടാൻ വേണ്ടി ഇടുകയാണ്. അപ്പൊ അലീന അവിടെ ഉണ്ട്. അലീന കേൾക്കാൻ വേണ്ടിയാണ് ഈ ഡയലോഗ്സ് ഒക്കെ. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ആ മീൻ വെട്ടാൻ തുടങ്ങിയ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തലയും വാലും ഒക്കെ ഏകദേശം കുറെ അങ്ങ് കണ്ടിച്ചും കളയുന്നുണ്ട്. അലീന ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയായിട്ട് നമുക്ക് ഇന്ന് വൈകിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അറിയാതെയായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.